നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അടുത്ത കാലത്ത് ഇറങ്ങിയത് ആളുകൾക്ക് ചില വ്യത്യസ്ത അനുഭവങ്ങൾ നൽകിയ ചില പ്രത്യേക സിനിമകളെ പറ്റിയാണ്. ആദ്യം നമുക്ക് ലൈറ്റ് മോഡ് നോക്കാം. അതായത് സിനിമ തിയേറ്ററിൽ ഹിറ്റായി, പക്ഷെ സീനുകൾ എയറിലായി. ആളുകൾ സിനിമ എങ്ങനെയൊക്കെയോ കണ്ടിരുന്നു, സീനുകൾ മാത്രമേ എയറിലായി. പിന്നീടുള്ളത് ഡാർക്ക് മൂഡാണ്. സിനിമ മൊത്തത്തിൽ എയറിൽ കയറി ഒരു ബോംബായി വീടിന്റെ ആധാരം വരെയും പോയി. അപ്പോൾ ലൈറ്റ് മോഡിൽ ആദ്യത്തേത് ജൂൺ എന്ന സിനിമയാണ്. നിങ്ങൾ ഇൻസ്റ്റാ റീൽസിൽ ഈ ഒരു സീൻ എന്തായാലും കണ്ടിട്ടുണ്ടാവും. ഈ ഒരു സീൻ മൊത്തത്തിൽ എയറിലാണ്, പക്ഷെ സിനിമയിലെ ചില സീനുകൾ എയറിലാണെങ്കിലും ഈ ഒരു സിനിമ ആ ഒരു ടൈമിൽ അത്യാവശ്യം ഹിറ്റായ ഒരു സിനിമയാണ്. 2019 ടൈമിലാണ് ഈ ഒരു ജൂൺ എന്ന സിനിമ ഇറങ്ങിയത്. സിനിമ തുടങ്ങി കുറച്ചങ്ങ് കഴിയുമ്പോഴാണ് ഈ ഒരു ഐക്കോണിക് സീൻ വരുന്നത്. ക്യാരക്ടേഴ്സ് എല്ലാം ഒരു പുതിയ ക്ലാസ് റൂമിൽ ഇരിക്കുകയാണ്. നോർമലി നമ്മൾ ഒരു പുതിയ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ടീച്ചർമാർ നമ്മളുമായി പരിചയപ്പെടും, സെൽഫ് ഇൻട്രോ പറയാൻ പറയും. നമ്മൾ നമ്മളെ തന്നെ പരിചയപ്പെടുത്തി ഒരു സെൽഫ് ഇൻട്രോ പറയും. അങ്ങനെ ഇതിലെ ക്യാരക്ടേഴ്സിനോടും സെൽഫ് ഇൻട്രോ പറയാൻ പറയുന്നു. അങ്ങനെ ഓരോരുത്തരും അവരുടെ പേര്, എവിടെ വരുന്നു, ഇതെല്ലാം പറയും. അങ്ങനെ ഈ ഒരു ക്യാരക്ടറിന്റെ അടുത്തെത്തി. ഇവനോട് സെൽഫ് ഇൻട്രോ പറയാൻ പറഞ്ഞപ്പോൾ പിന്നെന്താ പറയാലോ എന്ന് പറഞ്ഞു. ഞങ്ങൾ 3 പേരും ഒരുമിച്ച് പറയാമെന്ന് പറഞ്ഞു. ഇവർ 3 പേരും ബെജ്ജിൽ നിന്ന് എണീറ്റ് പോകുന്നു. സെൽഫ് ഇൻട്രോ എന്ന് പറഞ്ഞ ഒരു വ്യത്യസ്തമായ ഡാൻസ് കളിക്കുന്നു. ഇവർ കരുതിയിരിക്കുന്നത് ഇത് വളരെ മാസാണെന്നാണ്. ആളുകൾ ഒരു കണക്കിനായിരുന്നു ഇത് തിയേറ്ററിൽ കണ്ടിരുന്നത്. അങ്ങനെ സിനിമയുടെ ക്ലൈമാക്സ് ആവുമ്പോൾ ഇവന്മാർ ഈ ഒരു സീൻ തന്നെ ഒരു സാഡ് BGM എല്ലാം ഇട്ട് റീക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിരിക്കുന്നു. അങ്ങനെ ഈ ഒരു സിനിമ അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന കുഴപ്പമില്ലാത്തൊരു സിനിമയായിരുന്നു. ആ ഒരു ടൈമിൽ വിജയിച്ചു. അടുത്ത സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ. നിങ്ങൾക്ക് തന്നെ അറിയാം, ഇത് 80 കോടിക്കടുത്ത് കളക്ഷൻ നേടിയ സിനിമയാണ്. തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ ആളുകൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല എങ്കിലും സിനിമ OTT വന്നപ്പോൾ എയറിൽ കയറി. ഇതിൽ എയറിൽ കയറിയത് ശരിക്കും പറഞ്ഞാൽ സിനിമയിലെ പാട്ടാണ്. സിനിമയിലെ പാട്ടും കോസ്റ്റ്യൂമും ഇത് രണ്ടുമാണ് എയറിൽ കയറിയത്. സിനിമയിൽ വേണു എന്നൊരു ക്യാരക്ടർ ഉണ്ട്. ഈ വേണു ഒരു പടം പിടിക്കാൻ പോവുകയാണ്. എന്റെ സിനിമയിലെ പാട്ട് ഫ്രണ്ടായ മുരളി തന്നെ കമ്പോസ് ചെയ്യണമെന്ന് വേണുവിനൊരു ആഗ്രഹം. അങ്ങനെ അത് ചോദിച്ചപ്പോൾ മുരളി ഇങ്ങനെ പറഞ്ഞു, ഫിലിം ഫീൽഡ് എനിക്ക് പറ്റിയ സ്ഥലം, എന്നാ ശരി ഞാൻ വേറെ ആളെ നോക്കാന്ന് പറഞ്ഞു. അവിടെ ഇന്ദ്രധനുസ് എന്ന പേരുള്ള ഒരു തമിഴൻ ക്യാരക്ടർ ഇരിക്കുന്നുണ്ടായിരുന്നു. വേണു ആ തമിഴനെ അങ്ങ് പാട്ടേപ്പിച്ചു. ഇത് കണ്ടപ്പോ മുരളി എന്തായാലും അവൻ പാട്ട് ചോദിച്ചതല്ലേ, ഒരു പാട്ടങ്ങ് കമ്പോസ് ചെയ്ത് കൊടുത്തേക്കാന്ന് പറഞ്ഞു ആ ഒരു ഐക്കോണിക് പാട്ടുണ്ടാക്കി. എന്നിട്ട് ആ ഇന്ദ്രധനുഷ് തമിഴനെ പോയി കണ്ടു. ഞാൻ ചെയ്ത പാട്ട് നീ ചെയ്തതാണെന്ന് പറഞ്ഞു അവന് കൊടുത്തേക്ക്, നല്ല പാട്ടാണെന്ന് പറഞ്ഞു. ഇന്ദ്രധനുഷ് അത് വേണോ, അതൊക്കെ തെറ്റല്ലേ എന്ന് പറഞ്ഞതാണ്. പക്ഷെ മുരളി വളരെ നിർബന്ധിച്ച് ആ ഒരു പാട്ട് അങ്ങ് തമിഴിന്റെ കഴുത്തിലേക്ക് ഇട്ടു. അങ്ങനെ ആ ഒരു പാട്ട് റിലീസായി. ആ ഒരു പാട്ട് മൊത്തത്തിൽ അങ്ങ് വൈറലായി. പിന്നീട് ഈ ഒരു സെയിം പാട്ട് തന്നെ മിനിമം 100 തവണയെങ്കിലും ഈ ഒരു സിനിമയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും നല്ലൊരു പാട്ട് എന്റെ കരിയറിൽ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് സിനിമയിൽ ഈ ഒരു ചേട്ടൻ പറഞ്ഞത്. ജ്ഞാപകം പോലത്തെ പാട്ടൊക്കെ വേറെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ആ ഒരു യൂണിവേഴ്സിൽ ഇത്രയും നല്ലൊരു പാട്ട് വേറെയില്ല. അങ്ങനെ പാട്ട് വൈറലായപ്പോൾ മുരളി ഇന്ദ്രധനുഷ് തമിഴിനെ കാണാൻ പോയിരിക്കുന്നു. എടാ അത് എന്റെ പാട്ടല്ലേ, ക്രെഡിറ്റ് എനിക്ക് തരണമെന്ന് പറയുന്നു. ഞാൻ അന്ന് നിന്നോട് 100 തവണ പറഞ്ഞതല്ലേടാ എനിക്ക് ഈ പാട്ട് വേണ്ട, ഇനി തരാൻ സൗകര്യമില്ല എന്ന് തമിഴൻ ക്യാരക്ടർ പറയുന്നു. അങ്ങനെ പിന്നീട് വേണു തിരിച്ചറിയുന്നു ഈ ഒരു പാട്ട് മുരളി ചെയ്തതാണ്. എന്റെ മുരളിയുടെ പാട്ട് നീ കട്ടല്ലേടാന്ന് പറഞ്ഞു വേണു തമിഴൻ ക്യാരക്ടറെ ചവിട്ടി പുറത്താക്കുന്നു. ഈ ഒരു സിനിമയിൽ ഈ ഒരു തമിഴൻ ക്യാരക്ടറിന് മൊത്തം അപമാനമായിരുന്നു. എന്തൊക്കെയായാലും റിലീസായ ടൈമിൽ ഈ ഒരു സിനിമ വിജയമായിരുന്നു. അടുത്ത സിനിമയാണ് യമണ്ടൻ പ്രേമകഥ. ഈ ഒരു സിനിമ എങ്ങനെ വിജയിച്ചു എന്നുള്ളത് ഇന്നും ഒരു ഡൗട്ടാണ്. ഇങ്ങനെയുള്ള സിനിമകളിൽ പൊതുവെ ബോംബാവാറാണ് പതിവ്. പക്ഷെ ഈ ഒരു സിനിമ ആ ഒരു ടൈമിൽ ഒരു ആവറേജ് വിജയം നേടി. ഒരു യമണ്ടൻ കിണുപ്പൻ ക്ലിപ്പാന്തോടി വെയിറ്റ് അടുത്ത സിനിമയാണ് ആലപ്പുഴ ജിങ്കാന എന്ന സിനിമ. ഈ ഒരു സിനിമയിൽ എയറിൽ കയറിയ പല സീനുകളുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു സിനിമ ആ ഒരു ടൈമിൽ വലിയൊരു വിജയം നേടി. ഈ ഒരു സിനിമ വിജയമായതിൽ പല ആളുകളും അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. കാരണം ആ ഒരു ടൈമിൽ തന്നെ പടക്കളം എന്നൊരു സിനിമ ഇറങ്ങിയിരുന്നു. ആ ഒരു സിനിമയായിരുന്നു കൂടുതൽ വിജയം നേടാൻ ഡിസർവ്ഡ് ആയിട്ടുള്ളത് എന്നായിരുന്നു പലരും പറഞ്ഞിരുന്നത്. നിങ്ങൾക്ക് എന്താ എന്നോട് ഇത്ര വിരോധം? എന്നെ നിങ്ങൾ ഉപ്പ് കൊടുത്ത് വാങ്ങിച്ചാണെങ്കിൽ അത് പറ. ആ ഒരു സിനിമ ഈ ഒരു സിനിമയുടെ അത്രയും കളക്ഷൻ നേടിയില്ലെങ്കിലും അതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വിജയം നേടിയ ഒരു സിനിമയാണ്. എന്തായാലും ആലപ്പുഴ ജിങ്കാന എന്ന ഈ ഒരു സിനിമ ആ ഒരു ടൈമിൽ എയറിൽ കയറി എന്നുള്ളത് ശരിയാണ്.
അടുത്ത സിനിമയോടുകൂടി നമ്മുടെ ലൈറ്റ് സെക്ഷൻ അവസാനിക്കുകയാണ്. അടുത്ത സിനിമയാണ് മാസ്റ്റർ പീസ് എന്ന സിനിമ. നിങ്ങൾക്കറിയാം ഈ ഒരു സിനിമ ആ ഒരു ടൈമിൽ വലിയൊരു വിജയമായിരുന്നു. അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ത്രില്ലിംഗ് സിനിമയാണ്. പക്ഷെ ഈ ഒരു സിനിമയിലെ ചില ഡയലോഗ് നിങ്ങൾക്ക് ഇന്നും ഇൻസ്റ്റാ റീൽസിൽ കാണും. ഈ റോയൽ വാരിയേഴ്സ് റിയൽ ഫൈറ്റേഴ്സ് എന്ന് പറഞ്ഞ് ഇവരുടെ കോളേജിൽ 2 ടീമുകളുണ്ട്. വെറുതെ ഒരു ലോക്കൽ ടീമാണ്. പക്ഷെ ISL ടീമിന് പോലും ഇല്ലാത്ത വലിയൊരു ബിൽഡപ്പാണ് ഇവന്മാർ പരസ്പരം കൊടുക്കുന്നത്. കോളേജിൽ റിയൽ ഫൈറ്റേഴ്സും റോയൽ വാരിയേഴ്സും തമ്മിൽ എന്നും തല്ല. റോയൽ വാരിയേഴ്സിലെ ദീപനാണ് ഇന്നലെ ഇവനെ വീട് കയറി തല്ലിയത്. പക്ഷെ നമ്മുടെ റിയൽ ഫൈറ്റേഴ്സിലുണ്ടല്ലോ കുറെ അണ്ണന്മാർ. കലാതിലകത്തിന് പ്രണയം. റിയൽ ഫൈറ്റേഴ്സിലെ ഉണ്ണികൃഷ്ണനോട് ഏറ്റുമുട്ടിയത് റോയൽ വാരിയേഴ്സിലെ ദീപനും റിയൽ ഫൈറ്റേഴ്സിലെ ജിത്തുവും തമ്മില. അവരുടെ മുമ്പിൽ തോറ്റ റോഷ നീ പിന്നെ റോയൽ വാരിയേഴ്സിന്റെ ക്യാപ്റ്റനാന്ന് പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല. അത് കേട്ടതോടെ റോയൽ വാരിയേഴ്സിലെ റോഷനെ ഇടഞ്ഞു. റിയൽ ഫൈറ്റേഴ്സിൽ ഒരുത്തൻ തൊട്ടാ റോയൽ വാരിയേഴ്സ് തീർന്നു എന്ന് വിചാരിച്ചാൽ മതി. അതിനുവേണ്ടി നമ്മൾ റിയൽ ഫൈറ്റേഴ്സ് ഒറ്റക്കെട്ടായിട്ട് ഗൂഗിളിന്റെ പിന്നിലുണ്ടാവും. ഉണ്ണികൃഷ്ണൻ റിയൽ ഫൈറ്റേഴ്സ് മെമ്പറാ. വി വിൽ സപ്പോർട്ട് ഹിം. റിയൽ ഫൈറ്റേഴ്സിനെ തൊട്ടിട്ട് നീ ഒന്ന് ക്യാമ്പസ് വിട്ട് പോകാന്ന് വിചാരിക്കണ്ട. റിയൽ ഫൈറ്റേഴ്സും റോയൽ വാരിയേഴ്സ് ഇനി മേലിൽ ഇവിടെ റോയൽ വാരിയേഴ്സും ഇല്ല, റിയൽ ഫൈറ്റേഴ്സും ഇല്ല. റോഷൻ ചെറിയാനെ വിട്ടു തരുന്നതിൽ ഞങ്ങൾ റിയൽ ഫൈറ്റേഴ്സിന് എതിർപ്പൊന്നുമില്ല. മാഡം, റിയൽ ഫൈറ്റേഴ്സിന്റെ നേതാവാണ് മഹേഷ്. റോയൽ വാരിയേഴ്സിന്റെ നേതാവ് റോഷൻ ചെറി. ഇത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വിചാരിക്കും ഇവർ തമ്മിൽ ഇടിയായാൽ അതൊരു 1.5 ഇടിയായിരിക്കുമെന്ന്. എന്നാൽ ഇതിലും ഭേദമാണ് റീൽസിലെ ബംഗാളികൾ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഡാർക്ക് മൂഡാണ്. സിനിമ തിയേറ്ററിൽ കളക്ഷൻ നേടിയുമില്ല, എയറിൽ കയറുകയും ചെയ്തു. ആദ്യത്തേത് ലൗലി എന്ന സിനിമയാണ്. ഒരു പയ്യൻ പല കാരണങ്ങൾ കൊണ്ട് ജയിലിലേക്ക് പോകുന്നു. അവിടെ വെച്ചൊരു ഈച്ച വരുന്നു, അതും സംസാരിക്കുന്ന ഈച്ച. രാജമൗലിയുടെ ഈച്ച സിനിമ പോലെ അങ്ങനെ എടുക്കാൻ നോക്കിയ ഒരു സിനിമയാണിത്. പക്ഷെ ആ ഒരു സിനിമയിൽ ഈച്ചയ്ക്ക് നല്ലൊരു ബാക്ക് സ്റ്റോറി ഉണ്ടായിരുന്നു. ഈ ഒരു സിനിമയിൽ ഈച്ചയ്ക്ക് എങ്ങനെ പവർ കിട്ടി, അതെങ്ങനെ സംസാരിക്കുന്നു, അതൊന്നും കാണിക്കുന്നില്ല. ആകെ ഈച്ച പറയുന്നത് ഈച്ചയ്ക്ക് ഒരു ഡാഡി ഉണ്ടായിരുന്നു. ആ ഡാഡി ആണെങ്കിൽ കൊതുകിന്റെ ബാറ്റിൽ പെട്ട് അവിടെ വെച്ച് തന്നെ സമാധിയായി. ഇനി ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമ എന്ന ലെവലിൽ വരികയാണെങ്കിൽ ഒന്നും അറിയണ്ട. ഈച്ച സംസാരിച്ചാലും ഡാൻസ് കളിച്ചാലും ആരും ചോദിക്കാൻ പോകുന്നില്ല. പക്ഷെ ഈ ഒരു സിനിമ കുട്ടികളുമായി തിയേറ്ററിൽ പോയി കാണാൻ പറ്റില്ല. സിനിമയിലെ ചില സീനുകൾ കണ്ട് ഞാൻ വരെ ഫോൺ വലിച്ചെറിഞ്ഞ് കളഞ്ഞു, പിന്നെയാണോ കുട്ടികൾ? അങ്ങനെ ഈ ഒരു സിനിമയിൽ ചെക്കൻ ജയിലിൽ നിന്ന് റിലീസായി ഈച്ചയെ വളരെയധികം മിസ് ചെയ്യുന്നു. ആ ഒരു ഈച്ച ഇല്ലാതെ പറ്റില്ല. തിരിച്ചു ജയിലിലേക്ക് പോകാൻ പല വഴികളും തേടുന്നു. ഇതിന്റെ ക്ലൈമാക്സിൽ ചെക്കനെ കൊണ്ടുപോയി ഷോക്ക് അടിപ്പിക്കുന്നത് കാണിച്ചിരുന്നെങ്കിൽ സിനിമ ഒരു ആവറേജ് എങ്കിലും ആകുമായിരുന്നു. ഇതിപ്പോൾ സിനിമ ബോംബുമായി രാജമൗലിയുടെ ഈച്ച സിനിമയുടെ മോഡൽ കോപ്പി അടിച്ചു എന്ന് പറഞ്ഞു ഈച്ച സിനിമയുടെ പ്രൊഡ്യൂസർ ഒരു കേസും കൊടുത്തിട്ടുണ്ടായിരുന്നു. കിട്ടിയ കളക്ഷൻ മൊത്തം 7 ദിവസത്തിനകം തങ്ങളെ ഏൽപ്പിക്കണമെന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആകെ കിട്ടിയ 10,000 രൂപയും അവർ കൊണ്ടുപോയി. അടുത്തതാണ് ബ്രോമൻസ് എന്ന സിനിമ. കാണാതായ ചേട്ടനെ തപ്പി നടക്കുന്ന ഒരു കലിപ്പൻ അനിയന്റെ സ്റ്റോറിയാണ്. ചേട്ടനെ കിട്ടാത്തോണ്ടാണോ ബാത്റൂമിൽ പോകാൻ പറ്റാത്തോണ്ടാണോ എന്നറിയില്ല, അനിയൻ എപ്പോഴും വളരെ ടെററാണ്. അടുത്തതാണ് പൈങ്കിളി എന്ന സിനിമ. ഒരു ക്യാരക്ടർ ഒളിച്ചോടി അമ്പാന്റെ അടുത്ത് വരുന്നു, പിന്നീട് അവർ എന്തൊക്കെയോ കാണിക്കുന്നു. ഈ ഓരോ സിനിമകൾ കാണുന്തോറും എന്റെ ഓരോ ഫോണുകൾ ഓർമ്മ വരുന്നു. നൃത്തം ചെയ്യുന്ന വെറും ഒരു ബൊമ്മയാണ് ഞാൻ. ബൊമ്മ, കുട്ടബൊമ്മ, കുട്ടബൊമ്മ. അടുത്ത സിനിമയാണ് ഇടിയൻ ചന്തു എന്ന സിനിമ. ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സിൽ കുറച്ച് ഗുണ്ടകളും ക്ലാസ്സിലെ പിള്ളേരും തമ്മിൽ ബാഹുബലി 360p ഫൈറ്റ് വരെയുണ്ട്. അടുത്ത സിനിമയാണ് ജാക്ക് ആൻഡ് ജിൽ എന്ന സിനിമ. ഇതൊക്കെ ഓർക്കാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. ഒരു സയന്റിസ്റ്റ് ക്യാരക്ടർ ഒരു റോബോട്ട് ക്യാരക്ടറെ ഉണ്ടാക്കുന്നു. ആളുകൾ തിയേറ്ററിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട സിനിമയാണിത്. ഉണരൂ ഉണരൂ, സമയമായി മണി 7:30. അടുത്ത സിനിമയാണ് ശേഷം മൈക്കിൽ ഫാത്തിമ. ഭാഗ്യത്തിന് ഇത് OTT ആയിരുന്നു. ആളുകൾക്ക് തിയേറ്ററിൽ നിന്ന് ഓടേണ്ടി വന്നില്ല. അടുത്ത സിനിമയാണ് നിലവിൽ ട്രെൻഡിങ് ആയ ഈ ഒരു ലിസ്റ്റിൽ ലേറ്റസ്റ്റ് കിങ് ആയ ബബ്ബ സിനിമ. സിനിമയുടെ ടാഗ് ലൈൻ പോലെ തന്നെ ഒന്ന് ഷോക്ക് അടിപ്പിച്ചു വിട്ടാൽ നമുക്ക് ഈ ഒരു സിനിമ നന്നായി എൻജോയ് ചെയ്യാം. ഈ ഡാർക്ക് മോഡിലുള്ള ചില സിനിമകൾ നമ്മൾ ഫോൺ എറിഞ്ഞില്ല എങ്കിലും ഫോൺ ഓട്ടോമാറ്റിക്കലി കയ്യിൽ നിന്ന് പോകാൻ പോകുന്നു. മുഖ്യമന്ത്രിയാ സെക്രട്ടറി കൊണ്ട് കളയണേ.